ഈ ഓണത്തിന് മലയാളി എക്കാലവും ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് നമുക്കൊപ്പം തിരിച്ചു വരികയാണ്. ഏതാണ്ട് ടി വിയിലൂടെ നിരന്തരം കാണുന്ന കാരണം നമുക്കറിയാമില്ല, ഈ മാറിപ്പോയത് നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ ഒന്നിച്ച് വരാതിരുന്നത് നമ്മൾ അറിഞ്ഞില്ല. ഇന്ന് ഈ സുപ്രഭാതത്തിൽ ഇരുവരും മാതൃഭൂമി ന്യൂസൊപ്പം ചേരുന്നു. എല്ലാ ദിവസവും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തുന്ന രണ്ടുപേരാണ് നിങ്ങളുടെ സിനിമകളിലൂടെ എപ്പോഴും കാണാറുള്ള ആൾക്കാരാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ജയരാമൻ കണ്ണു തുറന്നു. ജയരാമൻ കണ്ണു തുറന്നോ? അതിൻ്റെ ഒരു സന്തോഷം ജയരാമനുണ്ട്. ഒപ്പം എന്നുള്ള സിനിമ ഒരുപാട് പേരുടെ ഒക്കെ കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. കാരണം പ്രിയൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ഒരു പോസ്റ്റിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ എഴുതിയിരുന്നു, ഞങ്ങൾക്കൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാക്കി തന്ന സിനിമയാണെന്നാണ്. വെളിയിൽ കാണുന്നതിനെക്കാട്ടിലും ഉൾക്കാഴ്ചയുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ അവരെ കരുതുന്നത്. അതേ കഥാപാത്രത്തിനും അത്തരം ഒരു ഉൾക്കാഴ്ച, എല്ലാം വളരെ പോസിറ്റീവായിട്ട്, എല്ലാം നന്മയായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിൽ കണ്ണ് തുറന്നു എന്ന് പറയുന്നത് സത്യമാണ്. ഈ പഴയ സിറ്റ്കോമിൽ നിന്നും ഇതിലെ ത്രില്ലറിലേക്ക്, അല്ലെങ്കിൽ ഒരു ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനല്ല നായകൻ, അങ്ങനെ കൊണ്ടുവന്നപ്പോഴുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതായത് സംതിങ് അൺയൂഷ്വൽ ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്ന് പറയും പോലെ എനിക്ക് എല്ലാത്തരം സിനിമകളും ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാത്തരം സിനിമകളും എടുക്കാനും കഴിഞ്ഞത്. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, ഇത്തരം സിനിമകളാണ് ശരി, ഇത്തരം സിനിമകൾ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു ചിന്ത എനിക്കില്ല. അതുകൊണ്ടാണ് എടുക്കാത്തൊരു ഒരു ജോണർ, ദാറ്റ് ഈസ് ത്രില്ലർ, അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ടൊരു കഥ കിട്ടി, അതിനൊക്കെ കറക്റ്റായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ശരിയായി, അതിന് കറക്റ്റായിട്ടുള്ള നടന്മാരെ കിട്ടി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിനിമകൾ സംഭവിക്കുന്നതാണ്, ഒപ്പവും സംഭവിച്ചു. തീർച്ചയായിട്ടും ഈ സിനിമ എടുത്തപ്പോൾ എനിക്ക് തീർച്ചയായും ഈ സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്ര വലിയ രീതിയിൽ ഈ സിനിമ അക്സെപ്റ്റ് ചെയ്യുന്നു ഉള്ളത് എനിക്ക് വലിയ സർപ്രൈസ് ആയിപ്പോയി. കാര്യം വെച്ചാൽ ഞാൻ അറിയാതെയോ അറിഞ്ഞോ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് നന്മകളുണ്ട്. അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ സൗണ്ടും ഒരുപാട്, അതിൻ്റെ ക്യാമറ, ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. അതിൻ്റെ പാട്ടുകൾ, സർവോപരി ഇത് ആൾക്കാർക്ക് ഇഷ്ടമാകുക എന്ന് പറയുന്നത് അതൊരു സീക്രട്ട് റെസിപ്പിയാണ്. ആ സീക്രട്ട് റെസിപ്പി അറിഞ്ഞോ അറിയാതെയോ പ്രിയദർശനും ഞങ്ങൾക്കും കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ബ്ലൈൻഡ് ആദ്യമല്ല, യോദ്ധയിലുണ്ട്, അകത്തിലുണ്ട്, ഗുരു എന്നുള്ള സിനിമയിൽ അയാളൊരു ഹലൂസിനേഷനാണ്, അയാളുടെ ഒരു ഫാൻറ്റസിയിലാണ് അയാൾ ബ്ലൈൻഡ് ആകുന്നത്. മറ്റേതൊരു മാജിക് പൊടി ഇട്ടിട്ട്, അതൊക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു കഥയിലുള്ള പിന്നെ അത്തരം സിനിമകളായിരുന്നു. ഇത് അയാൾ ജന്മനാൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ അയാൾക്ക് കാഴ്ച ഉണ്ടെന്നാണ് ആദ്യമേ പറഞ്ഞ് നമ്മൾ സിനിമയിൽ, ഇയാൾ വെറുതെ പറയുന്നതാണ്, ഇയാൾക്ക് കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. പ്രിയദർശനും ലാലും കൂടി ഇതാ വീണ്ടും ജനങ്ങളെ മൊത്തം ചിരിപ്പിക്കാൻ ഇറങ്ങിയേക്കാണ്. മാമുക്കോയുണ്ട്, വിനോദുണ്ട്, ഹരീഷുണ്ട്. ഞങ്ങളിതാ 10 മിനിറ്റ് ഞങ്ങളങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു, ഒരു 10 മിനിറ്റ്. എങ്ങനെ അതൊരു മാനേജ് ചെയ്ത്? അതെ, അതായത് ഇപ്പം ഇവർക്കൊക്കെ ആദ്യം സിനിമ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പം ഒരു അന്ധനെ വെച്ചുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആളുകൾക്ക് തോന്നും എന്തായിരിക്കും സിനിമ, വളരെ സീരിയസ് ആയിട്ടൊരു സിനിമ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മളൊരു ഓണത്തിന്, ഉത്സവത്തിന് ഞങ്ങളുടെ പഴയ സിനിമകൾ, ചിത്രം, കിലുക്കം, തേന്മാവിൻ കൊമ്പത്ത്, ഇങ്ങനെയുള്ള ഒരു സിനിമയുടെ മൂഡ് കളയാതിരിക്കണം നിർബന്ധമുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യ ചേരുവകളെല്ലാം ചേർക്കണമല്ലോ, ഇമോഷൻ, തമാശ, എന്നാൽ ത്രില്ലറായിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു ഗുഡ് എൻ്റർടൈൻമെൻറ്റ് എന്നൊരു അറ്റംപ്റ്റാണ് ഇത് പടം ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത്. അതിലാണ് ആ സീക്വൻസ് ഉണ്ടായത്. അത് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ സ്ക്രിപ്റ്റ് ആദ്യം ഞാൻ വായിക്കാൻ കൊടുത്തത് ജീത്തു ജോസഫിനാണ്. ജീത്തു എൻ്റെ അടുത്ത് വന്ന ഉടനെ പറഞ്ഞത് അന്യായമായ ഒരു സീനുണ്ട് ഇതിനകത്ത്, ഇത് നോക്കിയോ, തിയേറ്റർ കലക്കുന്നു പറഞ്ഞു. അതായിരുന്നു അതിൻ്റെ ഒരു പോസിബിലിറ്റി, ഹ്യൂമറിന് പോസിബിലിറ്റി ഉള്ളൊരു ഇടം അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരിടത്തും ഒരു ഹ്യൂമർ ശ്രമിക്കാത്തതാണ് ആ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. വേറെ ഒരിടത്തും അത് എന്നാലും വളരെ സെറ്റിലായിട്ടുള്ള ചെറിയ തമാശകളുണ്ട്. രണ്ടാമത് നമ്മളെ പിടിച്ചുകൊണ്ട് പോയത് നാട്ടുകാർ സമുദ്രക്കനിയായിട്ടുള്ള അവസാനത്തെ സീക്വൻസിലായിരുന്നു. താങ്ക്സ് ടു സമുദ്രക്കനി ഓൾസോ. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലനായിട്ട് അയാൾ ആ സിനിമയിൽ വന്നു. എന്ന് വെച്ചാൽ ഇതൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് ഈ സിനിമ. അതായത് ആരാണ് ആരെ തോൽപ്പിക്കും, ആരായിരിക്കും വിജയിക്കുക, അങ്ങനെയുള്ളൊരു ക്യാറ്റ് ആൻഡ് മൗസ് കളി ഈ സ്ക്രിപ്റ്റിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ്. ആ സാധനമാണ് നമുക്ക് ആ ലാസ്റ്റ് സീക്വൻസിലോട്ട്. അയാളെ നമ്മൾ ഒരു മെൻ്റൽ അസൈലത്തിൽ കിടന്ന ആളാണ്, അയാളൊരു നോർമലായിട്ടുള്ള ആളല്ല. ഒരു കാര്യം അയാൾ അവസാനം നമ്മുടെ സിനിമയിൽ അയാളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും സാധിക്കുന്നില്ല. അപ്പം ഒരു ടോട്ടലി ഡീറെയിൽഡ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ.
അയാൾക്ക് അതുപോലെ തന്നെയാണ് ജയറാമനും ഒരു ഒരു ഇന്ദ്രിയം വർക്ക് ചെയ്യാത്ത ആളാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സൈക്കോ അതുപോലെയുള്ളൊരു ആളും വളരെ സാത്വികനായിട്ടൊരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളും തമ്മിലുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും വളരെ ഒരു ഇമോഷണൽ ബിൽഡപ്പ് രണ്ടു പേർക്കും രണ്ട് ഇമോഷനാണ്. പ്രേം നസീറും ശശികുമാറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഒത്തിരുന്നത് മോഹൻലാലും പ്രിയദർശനും എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേറൊരു ചരിത്രമുണ്ട്, അത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷെ അതിനിടയിൽ സിനിമ ഒരുപാട് മാറി കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ടെക്നോളജിയാണ് അധികം മാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് അല്ല എക്സാക്ട്ലി ഇപ്പോൾ പറഞ്ഞതാണ്, ടെക്നോളജിയാണ് മാറിയത്, സിനിമ മാറിയിട്ടില്ല. പഴയ ഇമോഷനുകൾ തന്നെ, അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം മാറിയിട്ടില്ല, അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം മാറിയിട്ടില്ല, പ്രേമത്തിലുള്ള ബന്ധം ഒന്നും മാറിയിട്ടില്ല. ടെക്നോളജി മാത്രം മാറി. പണ്ട് നമ്മൾ ഒരു സിനിമ എഴുതുമ്പോൾ ഇത് പോസിബിളാണോ എടുക്കാൻ എന്ന് ആലോചിക്കണമായിരുന്നു. ഇന്ന് അങ്ങനെ ആലോചിക്കേണ്ട, എന്തും പോസിബിളാണ്. സോ ടെക്നോളജി ഈസ് ഓവർകം. സോ ഇന്ന് സംവിധായകൻ ആകെ വേണ്ടത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു കടൽക്കരയിൽ ഒരു സീൻ പണ്ടാണെങ്കിൽ നമ്മൾ ക്യാമറ എടുത്ത് കടലിൻ്റെ അവിടെ പോയി ഇതൊക്കെ ഷൂട്ട് ചെയ്യണം. ഇപ്പം അത് ആവശ്യമില്ല. നമുക്കൊരു ഒരു ഗ്രീൻ മാറ്റിലോ ഒരു എല്ലാം നമ്മൾ മേക്ക് ബിലീഫിൻ്റെ ഏറ്റവും വലിയ ലോകത്തിലേക്ക് സിനിമ വളർന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പം നമുക്ക് ഈ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സൗണ്ട് ഡിസൈന്, അല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയിലേക്ക് ഏറ്റവും നമ്മളെ കൊണ്ടുപോകുന്ന സൗണ്ടാണ്. നമ്മളത് ഒരു പക്ഷേ അറിയുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ ജയറാമൻ എന്ന് പറയുന്ന ആൾക്ക് ശബ്ദമില്ലെങ്കിൽ ഈ സിനിമയില്ല. അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് പ്രിയൻ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു ഭാരത പര്യടനത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നവരാണ് നിങ്ങൾ രണ്ടാളും കൂടി. പോയി ഈ ഓണത്തിന് പക്ഷേ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നിരുന്നു, അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നത്. അവിടെ കുറച്ചുകൂടി ഈ ഓണത്തിന് ഓണം ഒരു പൊന്നോണായി. തീർച്ചയായിട്ടും അത് ഈ ഓണം എന്നുള്ളത് കൊണ്ടല്ല, എല്ലാ സിനിമകളും ഓടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊരു സിനിമ തുടങ്ങുന്നത് ഒരു പൂജ വെച്ചിട്ട് ഇത് 365 ദിവസം ഓടണേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. അത് എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയില്ലെങ്കിലും ഈ സിനിമ ചിലപ്പം ആൾക്കാരിലേക്ക് എത്തിയാൽ ഓണമെന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. ഒരുപാട് സ്കൂൾ അവധികളുണ്ട്, ആൾക്കാർ ഒത്തുചേരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും ഈ സിനിമ നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ ഈ സിനിമ എവിടെ ഇരുന്നാലും കാണാവുന്ന ഒരു 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 മാജിക്കായിട്ട് മാറിയിരിക്കുകയാണ്. എന്നാലും ഒരു തിയേറ്ററിൽ പോയിരുന്ന് ഈ സിനിമ കാണുക എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസാണ്. ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് എന്നും. പക്ഷേ പൂച്ചയ്ക്കൊരു മുക്കുറ്റിയിലെ പ്രിയദർശനിൽ നിന്നും ഇവിടെ ഒപ്പത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പക്വത രണ്ടുപേർക്കും കൈവരുന്നുണ്ട്. കാലം നമ്മളെ മാറ്റുന്നുണ്ട്. അല്ല അതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെറ്റർ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പ്രിയന്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കും അതാണ് ഒരു ചലഞ്ചിങ് റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാക്കാണ്. പ്രിയൻ എന്ന് പറയുന്ന ഒരുപാട് അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയ ആളാണ് അദ്ദേഹം. മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയി, തെലുങ്കിൽ പോയി, ഹിന്ദിയിൽ പോയി. ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ പ്രിയനെ ഒരു 3-4 സിനിമകൾ ചെയ്ത ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത ഡയറക്ടർ എന്നുള്ള ഇത് വരും. പ്രിയൻ ആ ടെക്നോളജിയോടൊപ്പം വളർന്ന ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. ഏറ്റവും പുതിയ ക്യാമറ ഇറങ്ങിയാൽ പിന്നെ പ്രിയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളും ആൾക്കാരൊക്കെ അവരുടെ ജോലിയിൽ ഏറ്റവും നല്ല ആൾക്കാരാണ്. അതാണ് ആ സിനിമയുടെ ഒരു മോശം ഒരാളെ സിനിമയിൽ അഭിനയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ടായാലോ അതിൻ്റെ ക്യാമറ സൈഡായാലും. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എന്നാലും എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ളൊരു നടൻ ഇത്രയും കാലത്തിന് ശേഷം ഒപ്പം വരുമ്പോൾ മാറിയിട്ടുള്ളത്? ഒപ്പം മാറിയവരെന്ന് വെച്ചാൽ കണ്ണ് കാണാമായിരുന്നിട്ട് കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞ് അഭിനയിക്കുക. അത് മാത്രമേ ഉള്ളൊരു മാറ്റം ഞാൻ കണ്ടത്. അല്ലെങ്കിൽ എനിക്കൊരു മാറ്റവും കാണാൻ പറ്റിയിട്ടില്ല. കാര്യം എനിക്കെപ്പോഴും ഞാനൊരിക്കലും ഇതാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാനതിന് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. കാര്യം എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ക്യാമറയുടെ മുമ്പിൽ ഒരാൾ ചെയ്യുമ്പോൾ മാത്രമല്ലേ അയാളെ കറക്റ്റ് ചെയ്യേണ്ട കാര്യം. അത് സത്യം പറഞ്ഞാൽ ലാൽ മാത്രമല്ല, ഒരുപാട് മലയാളി ഇപ്പോൾ പപ്പോട്ടനായിരുന്നാലും അന്നത്തെ കാലത്ത് ജഗതിയായിരുന്നാലും ഇവരൊക്കെ ഒരു സിനിമയ്ക്ക് വരുന്ന സമയത്ത് ആ സിനിമയിലെ ക്യാരക്ടറെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അധികം കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സത്യമാണ്, ഡയറക്ടർമാർക്ക് അധികം കറക്റ്റ് ചെയ്യേണ്ട ജോലിയില്ല. മറ്റ് പല ഭാഷകളിലും എനിക്ക് ഇത് തന്നെയാണ് മെയിൻ ജോലി, കറക്റ്റിങ്. അതിവിടെ നമുക്ക് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഉണ്ടല്ലോ. വരിക നമ്മുടെ സിനിമ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതെങ്ങനെ അഭിനയിച്ച് വരും എന്ന് ചിന്തിക്കേണ്ട ഒരു പ്രശ്നമില്ലാത്തതാണ് മലയാള സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ സുഖം.
ആ സുഖം ഈ ഓണക്കാലത്ത് മുഴുവൻ മലയാളി പ്രേക്ഷകരും ഏറ്റുവാങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും നമുക്കൊപ്പം ഒത്തുചേർന്നിരിക്കുന്നു. ഇരുവർക്കും വളരെയേറെ നന്ദി മാതൃഭൂമി പ്രേക്ഷകർക്കൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു വെരി മച്ച്.